ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പത്തിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പത്തിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ദേശാഭിവർത്തിനി ഗ്രന്ഥശാലയ്ക്ക് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം പക്കയാണെങ്കിൽ ഈ വരുന്ന സ്മാർട്ടിൽ ഹൈടെക് ലൈബ്രറി 25 ലക്ഷം അതിന് തന്നേക്കാം. ഇപ്പം ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. 4 ലൈബ്രറി എടുക്കാം. അതിലൊന്ന് ദേശവർദ്ധിനി നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം 2 എണ്ണം, ഒന്ന് നളന്ദ, ഒന്ന് 2 പത്തിയൂർ തന്നെയാണ് ഏകദേശം വന്നിട്ടുള്ളതെന്നുള്ളത്. ഇപ്പം അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും എടുക്കാം. കഴിഞ്ഞ 4 എണ്ണത്തിൻ്റെ ടെൻഡർ ആയിട്ടുണ്ട്. ഇപ്പം അതിപ്പോൾ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞത് ധാരാളം കാര്യങ്ങൾ ചെയ്തു. ഇപ്പം പഞ്ചായത്ത് ഒരു പക്ഷേ കേരളത്തിലെ ഒരു പഞ്ചായത്ത് അങ്ങനെ വലിയ കാശൊന്നും ഇല്ലല്ലോ സെക്രട്ടറി. ഒരുപാട് പൈസ ഇങ്ങനെ നിൽക്കുന്ന പഞ്ചായത്തൊന്നുമല്ല. എങ്കിൽ പോലും ആ പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുള്ള 1 കോടി രൂപയ്ക്ക് ഒരു ആശുപത്രി കെട്ടിടം പണിയാനായിട്ട് മുൻ ഭരണസമിതി തയ്യാറായി എന്നുള്ളതും ആഘോഷപൂർവ്വമായി ഉദ്ഘാടനം നടന്നു ഞാൻ ഓർക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB പ്രശാന്ത് അധ്യക്ഷനായി. നമ്മുടെ പഞ്ചായത്ത് വളരെ പെട്ടെന്നുള്ള ഒരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്റ്റേഡിയവും നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നമ്മുടെ MLA വന്നതിന് ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. ഞാൻ ഏത് ഫംഗ്ഷൻ പോയാലും ശരി, അവിടങ്ങളിലെല്ലാം വെച്ച് തന്നെ നമ്മുടെ MLA ഞാൻ സൂചിപ്പിക്കുന്നത് വികസനത്തിന്റെ മാലാഖയെന്നാണ്. നമ്മുടെ നാട്ടിലെ നടന്നിട്ടുള്ള വികസനങ്ങൾ ഇതുപോലെ എല്ലായിടത്തും ഈ വികസനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും കായിക വകുപ്പിൽ നിന്ന് 50 ലക്ഷം രൂപയും വിനിയോഗിച്ചായിരുന്നു സ്റ്റേഡിയം നിർമ്മിച്ചത്. മഡ് ഫുട്ബോൾ കോർട്ട്, സ്റ്റെപ്പ് ഗ്യാലറി, ഫ്ലഡ് ലൈറ്റുകൾ, ലോങ് ജംപ് പിറ്റ്, ടോയ്ലറ്റ്, ചേഞ്ച് റൂം, ഡ്രെയിനേജ് സൗകര്യങ്ങൾ, ഫെൻസിംഗ്, വൈദ്യുതീകരണം എന്നീ ഘടകങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS താഹ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ സാംജിത്ത്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G ഹരികുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ ശ്യാം, പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR സുലേഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശകുന്തള രാജു, ദീപ MP, ഉഷ C, B ഹരികുമാർ, R രാജേഷ്, രാഖി വിജയൻ, വിജിത വിജയൻ, ശ്രീജിത്ത് PR, ഐശ്വര്യ ഗോപിനാഥ്, BS പ്രമോദ്, സംഗീത സുജിത്ത്, S രാജേന്ദ്രൻ, ശശികല, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ L ഉഷ, V പ്രഭാകരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ N ഹരിപ്രസാദ്, CDS ചെയർപേഴ്സൺ ശ്രീദേവി, പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു, പത്തിയൂർ പഞ്ചായത്ത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡാർലി പോൾ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനയ് എന്നിവർ പങ്കെടുത്തു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനായിരുന്നു നിർമ്മാണ ചുമതല. തുടർന്ന് ഐവറി കോസ്റ്റ് നൈജീരിയൻ താരങ്ങളും സന്തോഷ് ട്രോഫി താരങ്ങളും ഓൾഡ് ട്രാഫോർഡ് തിരുവനന്തപുരവും പ്ലേ ബോയ് തൃശൂരും തമ്മിൽ പ്രദർശന മത്സരവും നടത്തി. CDNet ന്യൂസ്, കായംകുളം.